വന്നത് മുതൽ പിന്നീട് അയാന അവിടേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. എങ്കിലും അവൾ അവളുടെ ഏട്ടത്തിയമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് പണം നൽകി സഹായിക്കാറുണ്ട്. അങ്ങനെ ദിവസം കഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും നടന്നില്ല. ഉള്ള സന്തോഷം അതുപോലെ നിലനിൽക്കുന്നു. അയാനയ്ക്കിപ്പോൾ മാസം 9. അപ്പോൾ വീണ്ടും ഹോസ്റ്റലിലേക്ക് തന്നെ തിരിച്ചു പോയി. അയാന ഇപ്പോൾ ജോലിക്ക് പോകാറേ ഇല്ലായിരുന്നു. രാവിലെ തന്നെ സിദ്ധുവിനെ ജോലിക്ക് നിർബന്ധിച്ചു പറഞ്ഞു വിട്ടു. വയറായതുകൊണ്ട് തന്നെ അവന് പോകാൻ ഒരുപാട് മടിയായിരുന്നു. പക്ഷേ അവൾ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. അവൻ പോകുന്നതും നോക്കി പുറത്തു നിൽക്കുമ്പോഴാണ് ഫോൺ അടിക്കുന്നതും അവൾ അതെടുക്കാൻ അകത്തേക്ക് കയറി. മായയായിരുന്നു അത്. ഹലോ, എവിടെയാണ് കുഞ്ഞ്? എന്തു പറയുന്നു? ഞാൻ വലിയൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താണ്, കേൾക്കട്ടെ. ഞാൻ വരുന്നേ സൺഡേ നാട്ടിലെത്തും. ആഹാ, അച്ഛനും അമ്മയ്ക്കും ഹാപ്പി ആകുമല്ലോ. വേണു അച്ഛനും അമ്മയ്ക്കും എപ്പോഴും പരാതിയാ അവരുടെ പേരക്കുട്ടിയെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ. ഇനിയിപ്പോ 1 മാസം അവിടെ കാണും. അത് അവിടെ നിൽക്കട്ടെ. എന്താ നിന്റെ അവസ്ഥ? സിദ്ധു ഇവിടെ ജോലിക്ക് പോയി. ജോലിക്കോ? നിങ്ങൾക്കെന്താ ബോധമില്ലേ? മാസം 9. നീയാണെങ്കിൽ അവിടെ തനിച്ചു. മാസം 9ലേക്ക് ഇപ്പൊ ചാടിയേ ഉള്ളൂ. ഈ മാസം ലാസ്റ്റാണ് ഡേറ്റ്. ഞാനാ സിദ്ധുവേട്ടനെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടത്. നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. പാവം ആ സിദ്ധുവേട്ടനെ പറഞ്ഞിട്ടെന്താ? കുറച്ചു നേരത്തെ സംസാരത്തിനൊടുവിൽ അവൾ ഫോൺ വെച്ചു. ഫോൺ അകത്ത് തന്നെ വെച്ച് അവൾ പുറത്തേക്കിറങ്ങി. തിണ്ണയിൽ ആ കാറ്റും കൊണ്ടിരിക്കുന്നതാണ് അവൾക്ക് ഏറെ ഇഷ്ടം. അപ്പുറത്തെ വീട്ടിലെ മുത്തശ്ശിയും സുമിത്ര ചേച്ചിയും ദേവിമോളുമെല്ലാം ഒരുങ്ങി ഇറങ്ങുന്നത് കണ്ട് അയാന നോക്കി. എങ്ങോട്ടാ മുത്തശ്ശി പോകുന്നേ? അയാന, ഞങ്ങൾ എൻ്റെ ഏട്ടത്തിയുടെ പേരക്കുട്ടിയുടെ കല്യാണത്തിന് പോകുവാ മോളെ. എന്നാ പോയിട്ട് വരൂ. അവർ പോകുന്നതും നോക്കി ഒരു പുഞ്ചിരിയോടെ അവൾ തിണ്ണയിലിരുന്നു. വയറിനെ തലോടി ഒരു പുഞ്ചിരിയോടെ അവളിരുന്നു. അവൾ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് അവൾക്ക് വയറിന് നല്ല വേദന എടുക്കാൻ തുടങ്ങിയത്. അവൾ വേദന സഹിക്കാനാവാതെ വയറിന് എൻ്റെ ദേവി, അവൾക്ക് ആ വേദന സഹിക്കാനാവുന്നേ ഇല്ലായിരുന്നു. അവളുടെ ചുറ്റും ഫോണിന് വേണ്ടി കണ്ണോടിച്ചു. പക്ഷേ അവിടെ ഫോണൊന്നുമില്ലായിരുന്നു. അവൾ വേദനയോടെ ചുറ്റും നോക്കി. അവൾ ശബ്ദം പോലും ഉണ്ടാക്കാൻ കഴിയുന്നില്ലായിരുന്നു. എണീക്കാൻ പോലും ആവാതെ അവൾ ആ തിണ്ണയിൽ ഇരുന്ന് പിടഞ്ഞു. പതിയെ കാലിൻ്റെ ഇടയിലൂടെ ബ്ലഡ് വരാൻ തുടങ്ങിയിരുന്നു. തൊട്ടടുത്ത വീട്ടിൽ പോലും ആരുമില്ലായിരുന്നു. അവൾ വേദനയോടെ അവിടെ കിടന്നു പിടഞ്ഞു. പക്ഷേ അപ്പോഴാണ് അവിടേക്ക് ഒരു കാറ് വന്ന് നിർത്തുന്നത്. അതിൽ നിന്നും ഇറങ്ങിയവർ അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ വേദനയിൽ വന്ന അവരെയൊന്നും അവൾ കണ്ടില്ലായിരുന്നു. ഒരുപാട് വൈകിയാണ് സിദ്ധു വിവരമറിഞ്ഞത്. വിവരമറിഞ്ഞ് സിദ്ധു ഓടി കിതച്ചു. ഹോസ്പിറ്റലിലെത്തുമ്പോൾ അവളുടെ പ്രസവം കഴിഞ്ഞിട്ടുണ്ട്. അയാനയെ കാണാൻ വേണ്ടി മുറിയിലേക്ക് വന്ന സിദ്ധു ഞെട്ടിപ്പോയി. അവിടെ അബിയുടെ അമ്മയും അച്ഛനും മുത്തശ്ശനുമുണ്ട്. അയാന ബെഡിൽ കിടപ്പാണ്. അവനെ കണ്ടതും പുഞ്ചിരിയോടെ നോക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് ഓടിപ്പോയി അവളുടെ മുടിയിലൊന്ന് തലോടി. അയാന, നമ്മുടെ കുഞ്ഞുമോളെ പരിശോധിക്കാൻ കൊണ്ടുപോയതാ. അവനൊരു പുഞ്ചിരിയോടെ അവളെ പതിയെ ആ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. മോനെ. ആ വിളി വന്നതും അവൻ അവരെയെല്ലാം ഒന്ന് നോക്കി. മോനെ, ചെറുപ്രായത്തിൽ നിന്നെ ഞങ്ങളെല്ലാവരും ഉപേക്ഷിച്ചു. നിന്റെ അവസ്ഥ ഒന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. ഇപ്പോൾ ഇത്രയും കാലം ഇങ്ങനൊരു മകൻ ഇല്ലായിരുന്നല്ലോ. നിങ്ങളിപ്പോൾ വന്നത് എന്തിനാണ്? നീയും അബിയും ഇരട്ടയായിരുന്നു. നിന്നെ കാണുമ്പോൾ വല്ലാത്തൊരു പിടപ്പാണ് മനസ്സിൽ. ഒരു പ്രായത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരു അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം ലഭിക്കാൻ. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ടൈമിൽ എനിക്കതൊന്നും കിട്ടിയില്ല. പക്ഷേ എനിക്കതെല്ലാം ലഭിച്ചത് നിങ്ങൾ ദ്രോഹിച്ചിരുന്ന ഈ കിടക്കുന്ന എൻ്റെ ഭാര്യയിൽ അയാനയിൽ നിന്നുമാണ്. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൻ ഗൗരവത്തിലായിരുന്നു. അയാന എല്ലാം മിണ്ടാതെ കേട്ട് നിന്നു. വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാൻ വന്നതല്ല. അന്ന് നിന്നെ ഉപേക്ഷിച്ചതിന് പകരമായി നിന്നെയും നിന്റെ ഭാര്യയെയും വീട്ടിലേക്ക് ക്ഷണിക്കാൻ വന്നതാണ്. എൻ്റെ വീട് കൊച്ചു വീടാണെങ്കിലും ആ വീടാണ് എൻ്റെ ലോകം. ഇവളെയും എൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോവുക അങ്ങോട്ട് മാത്രമായിരിക്കും. നിങ്ങളാണ് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ഞാൻ അറിഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട് സിദ്ധുമോനെ. അതും പറഞ്ഞ് അമ്മ അവനെ ഒന്ന് വന്ന് തലോടി.
പണ്ട് എൻ്റെ അഹങ്കാരം കൊണ്ട് ഒരു മകനെ ഞാൻ സ്വീകരിച്ചു. നിന്നെ ഉപേക്ഷിച്ചു. വലുതായപ്പോൾ അബിയുടെ ജീവിതം എൻ്റെ പിടിവാശിയിൽ അവസാനിച്ചു. അയാന ഒരുപാട് അപമാനിച്ചു, വേദനിപ്പിച്ചു. ഇന്ന് അതിനെല്ലാം എത്ര സോറി പറഞ്ഞാലും തീരില്ലെന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ തേടി കണ്ടുപിടിച്ചപ്പോൾ അയാന നിന്റെ ഭാര്യയാണ്. നിങ്ങളെ ഞാൻ പലപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്, വെറുതെ കാണാൻ വേണ്ടി. ഒരിക്കലും ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ ഇനി കടന്നു വരില്ല. എല്ലാ വാശിയും ഞാൻ ഉപേക്ഷിച്ചു. അയാനയെ കണ്ട് ഒന്ന് ക്ഷമ പറയാൻ വേണ്ടി വീട്ടിൽ വന്നേ. അപ്പോഴാണ് വേദനയോടെ പിടയുന്ന അവളെ കാണുന്നത്. എല്ലാം ഒരു നിമിത്തം. ഇവളോട് ചെയ്ത തെറ്റിന് ഇങ്ങനെ ഒരു നന്ദി തിരിച്ചു ചെയ്യാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അതും പറഞ്ഞു സിദ്ധുവിൻ്റെ നെറ്റിയിൽ അവരൊന്ന് ചുംബിച്ചു. അവൻ ഒന്നും മിണ്ടാതെ അത് സ്വീകരിച്ചു. മോനെ, നീ വീട്ടിലേക്ക് വരണ്ട. നിന്റെ വീട്ടിൽ നിങ്ങളെ കാണാൻ തോന്നുമ്പോഴെങ്കിലും ഞങ്ങളൊന്ന് വന്നോട്ടെ. തീർച്ചയായും. ഒരു ആഡംബര ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇല്ലെന്ന് പറഞ്ഞത്. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും അവിടെ വരാവുന്നതാണ്. അവരെല്ലാം സന്തോഷത്തോടെ പരസ്പരം അവനെ കെട്ടിപ്പിടിച്ചു. അയാനയോട് സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി. ഇവർ ഇത്ര മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നെ ഇനിയും ദ്രോഹിക്കുമോ എന്ന് ഞാൻ ഒരുപാട് പേടിച്ചിരുന്നു. മനുഷ്യരല്ലേ, പെട്ടെന്ന് നന്നാകാനും പെട്ടെന്ന് ചീത്തയാവാനും സാധിക്കും. അല്ല, എവിടെ എൻ്റെ കുഞ്ഞുമോള്? ഇപ്പോൾ കൊണ്ടുവരും, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഭാരമില്ല. എൻ്റെ മോളും കൂടെ വന്നപ്പോൾ എൻ്റെ ജീവിതം പൂർണ്ണമായി. ഇനിയല്ലേ അയാന നമ്മുടെ ജീവിതം തുടങ്ങുന്നേ. അപ്പോഴാണ് അങ്ങോട്ട് വേണുവും അമ്മയും വരുന്നേ. എവിടെയാ കുഞ്ഞ്? ഇപ്പൊ കൊണ്ടുവരും വേണു വെച്ചാ. അപ്പോഴാണ് അങ്ങോട്ട് നെയ്സ് കുഞ്ഞിനെ കൊണ്ട് വന്നു. നല്ല സുന്ദരി കുഞ്ഞ്. സിദ്ധു പതിയെ കുഞ്ഞിനെ കയ്യിലേക്ക് കോരിയെടുത്തു. അയാനയെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മോളുടെ ചെവിയിലേക്ക് ചുണ്ട് ചേർത്തുകൊണ്ട്, എൻ്റെ മോള് അമാന സിദ്ധാർത്ഥ്, ഇനി ഞങ്ങളുടെ മോളുടെ ജീവിതമാണ് ഞങ്ങളുടെ കഥ. അവസാനിച്ചു. സ്റ്റോറി പെട്ടെന്ന് തീർന്നോ എന്ന് ആരും വിചാരിക്കണ്ട. ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നില്ല. ഇവരുടെ ജീവിതം വീണ്ടും തുടരുന്നു. അവൾ അമാന എന്ന പേരിൽ സെക്കൻഡ് പാർട്ട് വീണ്ടും വരുന്നതാണ്. അത് പ്രതിലിപിയിൽ 2 പാർട്ടേ ഇതുവരെ എഴുതിയിട്ടുള്ളൂ. അത് മുഴുവനായാൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ സ്റ്റോറി എന്ന് പറഞ്ഞാൽ സിദ്ധുവും അയാനയും അതുപോലെ തന്നെ അഹങ്കാരിയായ അമാനയുടെയും കഥ തന്നെയാണ്. അമാനയെ നന്നാക്കാൻ വരുന്ന നായകൻ്റെയും കഥയാണ്. ഇനി മുതൽ ശ്രീകാശിയായിരിക്കും ഇടാൻ പോകുന്നത്. അതിൻ്റെ ഏകദേശം പാർട്ടുകളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. കേൾക്കാത്തവരാണെങ്കിൽ ആദ്യം അത് കേൾക്കുക. അതിൻ്റെ തുടരായിരിക്കും ഇനി തുടങ്ങുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമേ പുതിയൊരു സ്റ്റോറി തുടങ്ങുകയുള്ളൂ.